കഴിഞ്ഞ 37 വർഷക്കാലം ഫാർമസി മേഖലയിൽ, അലോപ്പതി മേഖലയിൽ തന്നെ പ്രവർത്തിച്ചു. നമ്മളെ എല്ലാവരും പറയാറുണ്ട്, വീട്ടുകാരൊക്കെ പറയാറുണ്ട്, മോനെ നന്നായി പഠിച്ച് നല്ല ജോലി വാങ്ങണം എന്നാണ് മക്കളോട് പറയാറുള്ളത്. അതുപോലെ തന്നെ എന്റെ വീട്ടുകാരോട് പറഞ്ഞു നല്ലൊരു ജോലി വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാർമസി കുഴപ്പമില്ലാത്തൊരു മേഖലയാണ്, ഒരു വൈറ്റ് കോളർ ബിസിനസ് ആണ്. അതുകൊണ്ട് ആ മേഖലയ്ക്ക് തിരിയാൻ ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഫാർമസി കഴിഞ്ഞു. വളരെ മനോഹരമായി തന്നെ ആ മേഖല ഞാൻ ഏറ്റെടുത്ത് പ്രവർത്തിച്ചു. പക്ഷേ നമുക്കറിയാം ഒരു ജോലിക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. മാസാവസാനം ആവുമ്പോൾ കൈ കിട്ടുന്ന കാശുകളൊന്നും തന്നെ കാണില്ല. ഒരു 15-ാം തീയതി ആകുമ്പോഴേക്കെല്ലാം തീർന്നു തുടങ്ങും. പിന്നെ അയൽവാസികളോടും മറ്റോ കടം വാങ്ങുന്ന അവസ്ഥ വരുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ 37 വർഷത്തെ ഫാർമസി മേഖലയിൽ നിന്നും കാര്യമായി ഒന്നും തന്നെ നേടാൻ കഴിഞ്ഞില്ല. 2 കുട്ടികളുണ്ട്, അവരെ പഠിപ്പിച്ചു, അത്ര തന്നെ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു ചെറിയ വീട് വെച്ചു, അതും ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കുണ്ടായിരുന്നു ഒരു ബിസിനസ്സുകാരൻ. ബിസിനസ് എന്റെ മനസ്സിന്റെ അകത്തൊരു ആശയം തന്നെ. കാരണം എന്താ വെച്ചാൽ ഒരു ബിസിനസ്സുകാരനെ ഈ ലോകത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഒരു കാലഘട്ടം. എന്നാൽ ഞാനും ഒരു ബിസിനസ്സുകാരനാകാൻ ആഗ്രഹിച്ചു. ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഏറ്റെടുത്തു. നൂക്ക് ഫാർമ എന്ന ഒരു ഹോൾസെയിൽ മെഡിക്കൽ സ്ഥാപനം നടത്തുന്ന ഒരു എന്തോ എന്റെ കഴിവുകേടോ ആ സമയത്തുള്ള കാലാവസ്ഥ മോശമായതുകൊണ്ടോ എന്തോ വലിയ സാമ്പത്തിക ബാധ്യത എനിക്ക് ഏറ്റെടുക്കണമെന്നു 94 കാലഘട്ടത്തിൽ ഏകദേശം 25 ലക്ഷം രൂപയുടെ കടബാധ്യത. പാർട്ടി കൊടുക്കാൻ കാശില്ലാത്ത സമയത്ത് പലിശയ്ക്ക് കടം വാങ്ങേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഒരുപടി വിഷമങ്ങൾ അനുഭവിച്ച സമയത്ത് ഞാൻ കട നിർത്തി. വീണ്ടും പ്രൊഫഷണലി ഞാൻ ഫാർമസിസ്റ്റായി കയറി. അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്താണ് 2019 എന്റെ സുഹൃത്ത് ഗണേഷ് മാധവൻ എന്ന വ്യക്തി എനിക്ക് ഈ ഒരു അവസരം പരിചയപ്പെടുത്തുന്നത്. 2019 ഡിസംബർ മാസം അദ്ദേഹം എടുത്ത് ഒന്ന് പറയുണ്ടായി, ബിസിനസ് നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ശക്തമായ നിയമമാണ്, നമുക്ക് വേണമെങ്കിൽ ഏറ്റെടുക്കാം. പക്ഷെ പ്ലാൻ കേട്ടപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു ഇതായിരുന്നില്ല. കാരണം 2,10,000 ആഴ്ച, ഒരു മാസം 30,000 രൂപ. കാരണം ഞാൻ അന്ന് വാങ്ങിക്കുന്നത്, ഒരു ദിവസം 30,000 രൂപ. അന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത് മാസം 30,000 രൂപയായിരുന്നു. ആ 30,000 രൂപ ഒരു മാസം കിട്ടുന്ന ഒരു വ്യക്തിനോട് ദിവസം 30,000 തരാന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുമോ? ഏറ്റെടുക്കാൻ തയ്യാറായില്ല. പക്ഷെ അദ്ദേഹത്തിനെ വെറുപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി. ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളായിരുന്നു. എന്നാലും ഒരു ആഗ്രഹമുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ സ്കോപ്പ് എനിക്ക് അറിയായിരുന്നു. കാരണം പണ്ട് ഇതിന്റെ പാരന്റ് കമ്പനി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫ്യൂച്ചറുള്ള ബിസിനസ് ആണെന്നും ഭാവിയിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ അവസരമാണെന്നും പറഞ്ഞ തിരിച്ചറിവ് എനിക്കുണ്ട്. അങ്ങനെ പതുക്കെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. വീട്ടിൽ വന്ന് എന്റെ വൈഫിനോട് സംസാരിച്ചപ്പോൾ വൈഫ് ആകെ നെഗറ്റീവായിരുന്നു. കാരണം നമ്മളെല്ലാവരും തന്നെ നമ്മൾ വീട്ടിൽ സംസാരിക്കാറുണ്ടാവും അല്ലെ? ഭർത്താവാണെങ്കിൽ ഭാര്യയോട് സംസാരിക്കും, ഭാര്യയാണ് ഭർത്താവിനോട് സംസാരിക്കും. എന്തായിരിക്കും മറുപടി? എന്നോടും മറ്റും പറഞ്ഞില്ല, വേണ്ടാത്ത വണ്ടി വലിക്ക് പോകണ്ട, ഒന്ന് അടങ്ങിയിരുന്നേക്കാൻ, നമുക്കുള്ള ജോലി കൊണ്ട് ജീവിച്ചു പോകാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കൺവിൻസ് ചെയ്തേ ഉള്ളൂ, നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടും. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ ആയതുകൊണ്ട് നമുക്ക് വാങ്ങി ഉപയോഗിക്കാം, വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ സ്വന്തം ഭാര്യയെ തന്നെ എന്റെ ജോയിൻ ചെയ്യിപ്പിച്ചു. എനിക്ക് 2 മക്കളുണ്ട്. ഇപ്പം മൂത്ത മകൻ വർക്ക് ചെയ്യുന്നത് സ്റ്റെറിലൈസേഷൻ ടെക്നോളജിസ്റ്റ് ആയിട്ട് ഒമാൻ മിലിറ്ററി ഹോസ്പിറ്റലാണ്. രണ്ടാമത്തെ മകൾ വർക്ക് ചെയ്യുന്നത് ബെയ്മോറൽ ഹോസ്പിറ്റലാണ്, അവിടെ MRD സെക്ഷനിലാണ്. രണ്ടുപേരെയും പരിചയപ്പെടുത്തി തുടങ്ങിയ കച്ചവടം വളരെ സീരിയസ് ആയി ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തപ്പോൾ ഇന്ന് നല്ല ശക്തമായ ഒരു ടീമിനെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ ബിസിനസിന്റെ സ്കോപ്പ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതൊരു ചെറിയ ബിസിനസ് അല്ല, അത് സോപ്പും പേസ്റ്റും വിൽക്കുന്ന ഒരു ബിസിനസ് ആയി നിങ്ങൾ അതിന് കാണാതിരിക്കണം. കാരണം ഇത് സ്കോപ്പും ഫ്യൂച്ചറും വിൽക്കുന്ന ഒരു ബിസിനസ്സാണ്. ഇന്നലെ എന്റെ ലീഡറുടെ ഒരു കല്യാണ ഫംഗ്ഷൻ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. റിസപ്ഷൻ ആയിരുന്നു. ചെന്ന സമയത്ത് ഞാൻ അവിടെ കണ്ടിരിക്കുന്നത് ഒരു നെക്സോൺ EV കാർ, ബ്രാൻഡ് ന്യൂ നെക്സോൺ EV കാറാണ് കണ്ടിരിക്കുന്നത്. അയാൾ റിട്ടയർഡ് മാഷാണ്. ആ റിട്ടയർഡ് മാഷാണെങ്കിൽ കുട്ടിക്ക് വേണ്ടി കൊടുക്കാൻ ഒരു പുതിയ EV കാർ വാങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നും അയാൾക്കില്ല. എന്നാൽ മൈലേജ് എന്നൊരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നതുകൊണ്ടും ആ ഒരു ആത്മധൈര്യം കൊണ്ടും ഇന്നലെ അയാൾ കൊടുത്തിരിക്കുന്നത് ഒരു നെക്സോണിന്റെ EV വണ്ടിയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മളെ ഭാവി നമുക്ക് സുരക്ഷിതമാക്കാനും നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് നിലനിർത്താനും ഒരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന മേഖലയിൽ നിന്നും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ കഴിയാറുണ്ടോ? ജീവിച്ചു പോകും, ശരിയാണ്. പക്ഷെ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും നമ്മൾ മനസ്സിലൊതുക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മൂലയിലേക്ക് മാറിയിരിക്കുന്ന ഒരവസ്ഥ വരുന്നു. എന്നാൽ ഡയറക്ട് സെല്ലിംഗ് ഈ മേഖല നമ്മളൊക്കെ ഓരോരുത്തരെയും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ഒരു മേഖലയാണെന്ന് പറയാൻ പറ്റും.
കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ഫാർമസിസ്റ്റ് ആയിരുന്നു. ഫാർമസിസ്റ്റ് ആയ ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിൽ ഒരു സ്വപ്നം പോലും സാധിക്കാൻ കഴിയില്ല. ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഓരോരുത്തരും ഈ ബിസിനസ് കടന്നു വന്ന് ഈ ബിസിനസ് നേട്ടങ്ങൾ മനസ്സിലാകുന്ന സമയത്ത് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം പുറത്തെടുക്കാൻ നമ്മൾ തീരുമാനിക്കും. അങ്ങനെ ഭാവിയിൽ നമുക്ക് എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇൻഡസ്ട്രി ആയിട്ട് നമ്മൾ ഇതിനെ കാണാൻ തയ്യാറാവണം. ഇത് ആളുകൾ പലതും പറയും, ഇത് തട്ടിപ്പല്ലേ, വെട്ടിപ്പല്ലേ, ഇതൊരു മണീഷ്യനല്ലേ. എന്നാൽ ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ ഏറ്റവും സ്കോപ്പ് കൂടിയ കാലഘട്ടം തന്നെയാണ്. കാരണം ശക്തമായ നിയമങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അതേമാതിരി നല്ല ഒരു കമ്പനി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നാട്ടിൽ ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 463ഓളം കമ്പനികളുണ്ട്. 30-35 വർഷം പാരമ്പര്യ കമ്പനികൾ നമ്മൾ ഇന്ത്യയിലുണ്ട്. എന്നിട്ട് പോലും വൈ MI ലൈഫ്സ്റ്റൈൽ ഇന്ന് ഏറ്റവും നമ്പർ 1 ആയി മാറിയത്? കാരണം നമ്മുടെ മാനേജ്മെന്റും നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ പ്ലാനും ഇത് നമ്മുടെ ഒരിതാക്കുന്നു. ആംബേ പോലുള്ള വലിയ കമ്പനികളിൽ നല്ല ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടുത്തെ ഒരു ലീഡേഴ്സിന് പോലും മര്യാദയ്ക്കുള്ള പ്രോപ്പറായിട്ട് കോടികൾ ഉണ്ടാകാൻ കഴിയുന്നില്ലെങ്കിൽ MI ലൈഫ് കഴിഞ്ഞ 10-12 വർഷം കൊണ്ട് 100 കണക്കിന് കോടീശ്വരന്മാരെ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇതിനെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു മേഖല ഫുൾ ടൈം കെയർ ആയിട്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ പ്രൊഫഷനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ പ്രൊഫഷൻ മാറ്റിവെച്ച് ഇതൊരു പ്രൊഫഷണലായി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാവണ ആ സമയം മുതൽക്കായിരിക്കും നിങ്ങളുടെ ഗ്രോത്ത് റേറ്റ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ആലോചിക്കുക, 2 വർഷം ഞാൻ ഈ ബിസിനസ് വളരെ പാർട്ട് ടൈം ചെയ്ത അവസ്ഥയാണ്. ജോലിയുടെ കൂടെ, കാരണം ശമ്പളം ഒരിക്കലും മുടക്കാൻ പറ്റില്ല. കാരണം ശമ്പളം മുടങ്ങി കഴിഞ്ഞാൽ കുടുംബം പട്ടിണിയാവും. ആ സമയത്ത് നമുക്ക് ജോലി ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ 2 വർഷം ശേഷം എൻ്റെ ഒരു DTC റാങ്ക് മുതൽക്കാണ് ഞാൻ ഈ ബിസിനസ് ശക്തമായി ചെയ്യാൻ തീരുമാനിച്ചത്. അതേമാതിരി നിങ്ങൾ ഈ പ്രൊഫഷൻ ആയി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാക്കുക. ഇത് മറ്റുള്ള മേഖലമാരല്ല, ഇതൊരു യൂണിവേഴ്സിറ്റി പോലും ഇതൊരു പാഠ്യവിഷയമാക്കിയിട്ടുണ്ട്. അതിലുപരി ഇത് MBA പോലുള്ള BBA പോലുള്ള കോഴ്സുകൾ സർക്കാർ അംഗീകരിച്ച് നടപ്പാക്കി കഴിഞ്ഞു. ഇനി വരും കാലങ്ങളിൽ നിങ്ങളെല്ലാം മക്കൾ പോകുന്നത് ഡോക്ടറായിട്ടോ അല്ലെങ്കിൽ പിന്നെ MBA കഴിഞ്ഞിട്ട് മറ്റുള്ള മേഖലയ്ക്കല്ല പോകുന്നത്. അവർ വരാൻ പോകുന്ന മേഖല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയുടെ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ തിരിച്ചറിവ് ഉണ്ടാവുമ്പോഴേ നമുക്ക് ബിസിനസ് ചെയ്യാൻ സീരിയസ് ചെയ്യാൻ തോന്നുള്ളൂ. ഇന്നലെ ഞാൻ ഒരു എന്താ പറയാ, ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഞാൻ പ്ലാൻ കൊടുക്കാൻ പോയിരുന്നു. അദ്ദേഹത്തിന്റെ കണക്ക് പ്രകാരം ആ മേഖല നല്ലതാണ്, വളരെ സ്കോപ്പാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മുടെ അത്ര വരുമാനം കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ടോ അവിടെ? നമ്മൾ പലപ്പോഴും പേടിക്കാറുണ്ട്. നമ്മളെക്കാട്ടിലും ഹൈ പ്രൊഫൈലുള്ള ആൾക്കാർ നമ്മൾ ബിസിനസ് സംസാരിക്കാൻ പോകാൻ പേടിക്കാറുണ്ട്. എന്തുകൊണ്ട് നമ്മൾ പേടിക്കുന്നു? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ മേഖലയിൽ ഇന്ന് 8,40,000 രൂപ വരുമാനം കിട്ടാനുള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമുക്കുള്ളത്. ഇത്രയും കൂടുതൽ വരുമാനം കിട്ടാൻ വേറെ ഏത് മേഖല നമ്മുടെ നാട്ടിലുണ്ട്? അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ സംസാരിക്കാൻ കഴിയുന്നില്ല? അപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ചെറിയൊരു സംശയം ബാക്കിയാണ്. ഇത് എനിക്ക് പറ്റിയതാണോ, അല്ലെങ്കിൽ ഇത് അവരോട് പറയാൻ പറ്റിയതാണോ, അവരോട് എന്ത് വിചാരിക്കും? ആ ഒരു മാറ്റം നമ്മൾ കാണിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ ഈ മേഖല പോകേണ്ടത് സാധാരണക്കാരിലേക്കല്ല, വൻകിട ടീമിലേക്കാണ് പോകേണ്ടത്. ഹൈ പ്രൊഫൈൽ ആളുകളാണ് നിങ്ങൾ കണ്ടെത്തുന്നത്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ സമയത്ത് നിങ്ങൾ എന്ത് പറയുന്നുണ്ടാവും? നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന കുറച്ച് പേരുടെ ലിസ്റ്റ് അവർ എഴുതിയിട്ടുണ്ടാവും. എന്നാൽ നിങ്ങളെക്കാട്ടിലും മുകളിലാണ് ലിസ്റ്റ് നിങ്ങൾ തയ്യാറാവുന്നില്ല. അവരെ ലിസ്റ്റ് നിങ്ങൾ അവരെ കൊണ്ടുവരാൻ നോക്കൂ. നിങ്ങളെക്കാട്ടിലും ഹൈ പ്രൊഫൈൽ ടീമിനെ നിങ്ങളുടെ മേഖല കൂടെ കൊണ്ടുവരാൻ നോക്കൂ. അവർ വരുമ്പോഴേ നിങ്ങളെ ഗ്രോത്ത് റേറ്റ് കാണിക്കുള്ളൂ. അതേമാതിരി തന്നെ എന്താ പറയാ, 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരെ കൂടുതൽ കൊണ്ടുവരാൻ നോക്കും. കാരണം അവർക്കാണ് നമ്മളെക്കാട്ടും കൂടുതൽ സ്വപ്നങ്ങളുള്ളത്. നമുക്ക് സ്വപ്നങ്ങൾക്ക് പരിധികൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ ഉണ്ടാവുന്നു. അവർക്കാണ് എന്തുണ്ടാവുന്നത്? ഈ നെറ്റ്വർക്ക് മാർക്കറ്റിലെ സ്കോപ്പ് കൂടുന്നു. അപ്പം അവരെ സ്വപ്നങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ മാക്സിമം ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യാൻ തയ്യാറാവും. ആ സമയത്ത് നിങ്ങളെ ഗ്രോത്ത് റേറ്റ് കൂടും. അല്ലാണ്ട് പ്രായം കൂടിയ ആൾക്കാർക്ക് ചെയ്യരുത് പാടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പ്രായം കൂടിയ ആൾക്ക് പരിധികളുണ്ടെന്നേ പറയുള്ളൂ. കാരണം എനിക്കിപ്പം 60 വയസ്സായി. എന്റെ വയസ്സിന്റെ അകത്ത് എനിക്കുള്ള സ്വപ്നങ്ങളുടെ റേഷ്യോ കുറവായിരിക്കും. എന്നാൽ എന്റെ കുട്ടികൾക്ക് അവർക്ക് എന്നെക്കാളും വലിയ സ്വപ്നങ്ങളായിരിക്കും. അവർക്ക് ഭയങ്കര ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. പ്രീമിയം കാറുകൾ വാങ്ങുന്ന ആഗ്രഹം ഉണ്ടായിരിക്കാം. ലക്ഷറി ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ നമുക്കൊന്നും അത് ഉണ്ടാവണമെന്നില്ല. ഈ ബിസിനസ്സിലേക്ക് യുവാക്കളെയാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് ഒന്ന് പറയാനുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത്, നമുക്ക് ഈ ഭാവിയിൽ സർക്കാർ തന്നെ പറയുന്നു 2030 1,80,00,000 തന്നെ കഴിയും. 2030 ഇതിന്റെ സ്കോപ്പ് അത്രയും പോകുന്നു.
ആ സമയത്താണ് നമ്മുടെ കമ്പനി പറഞ്ഞത് 1000 പ്രോഡക്റ്റുകൾ കമ്പനി ഇറക്കാൻ പോകുന്നു. നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങളുടെ കുടുംബക്കാരോ സുഹൃത്തുക്കളോ ഒരു 100 പേരുടെ ഒരു ടീം ഉണ്ടാക്കി ഒരു മാസം ഒരു 10,000 രൂപയുടെ കച്ചവടം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാക്കി മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ വരുമാനം എത്ര ആയിരിക്കും? ഇപ്പൊ കിട്ടുന്ന 100 140 പ്രോഡക്റ്റ് അല്ല നിങ്ങൾക്ക് വരാൻ പോകുന്നത്, 1000-ഓളം പ്രോഡക്റ്റുകൾ. അതിൽ എല്ലാ പ്രോഡക്റ്റും വരുന്നതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്നെക്കാട്ടും കൂടുതൽ അയൂബ് സാറിന് അറിയാം, കാരണം NTC മീറ്റിങ്ങിലോ പോകുമ്പോൾ സാറിന് അറിയുന്നതാണ്. അപ്പം അത്രയും പ്രോഡക്റ്റുകൾ നമ്മുടെ കമ്പനി ഇറക്കാൻ തയ്യാറാവുമ്പോൾ അത്രയും വരുമാനം ലഭിക്കാനുള്ള ഒരു മേഖലയാണ്. കമ്പനിക്ക് ഇന്ന് 2-10 ആഴ്ചയിലുള്ളൂ എങ്കിൽ ഇനി വരുന്ന കാലത്ത് 4,10,000 രൂപ കൊടുക്കുമെന്നാണ് പ്രവീൺ സാർ പറഞ്ഞിരിക്കുന്നത്. 4,10,000 ലക്ഷം 17 ലക്ഷം മാസ വരുമാനം കിട്ടാവുന്ന ഒരു ഇൻഡസ്ട്രി ഇന്ന് ലോകത്തിൽ ഏതെങ്കിലും ഉണ്ടോ? എന്നിട്ടും എന്തേ നമ്മൾ ഇതിനെപ്പറ്റി മൈൻഡ് ചെയ്യാതിരിക്കും? ഇത് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങി അവരറിയിക്കാൻ നിങ്ങൾ തയ്യാറാവാം. നിങ്ങളിത് അറിയിക്കാതെ നമ്മളെ ഉള്ളിൽ മാത്രം ഒതുക്കുമ്പം ആളുകൾ മറ്റുള്ള ടീമിൽ പോയി ജോയിൻ ചെയ്യും. അത് വരാതിരിക്കണമെങ്കിൽ നമ്മളെ വായ തുറക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടി നമ്മുടെ പ്രവർത്തനം എന്താക്കണം? ഫീൽഡ് വർക്ക് മസ്റ്റ് ആയിട്ട് ചെയ്യണം. ഇവിടെ ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ ടീമിന്റെ കൂടെ നിൽക്കുക, സിസ്റ്റത്തിന്റെ കൂടെ നിൽക്കുക, ലീഡേഴ്സിന്റെ കൂടെ നിൽക്കുക. ഇതൊരു സിസ്റ്റം ഡ്രിവൺ ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റം ഇല്ലാതെ നിങ്ങൾക്ക് ഈ ബിസിനസ് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ആ സിസ്റ്റം ഒന്ന് പ്രവർത്തനമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം? ഈ ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഇവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് കാര്യങ്ങൾ ഒരു ട്രെയിനിങ് സെഷൻ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്നെക്കാട്ടിലും വളരെ അറിവുള്ള ഒരുപാട് ലീഡേഴ്സ് നിങ്ങളുടെ ടീമിൽ തന്നെ ഉണ്ട്. അയ്യൂബ് സാർ ആണെങ്കിലും, ഉമ്മർ സാർ ആണെങ്കിലും, അതുപോലെ ബിജു BK സാർ ആണെങ്കിലും, ഇങ്ങനെ ഒരുപാട് ലീഡേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ പോലും ഞാൻ അർഹനല്ലെന്ന് ഞാൻ പറയാം. എന്നിരുന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ഇതിൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ വളരെ ചെറിയ മൈന്യൂട്ടായ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. നമ്മുടെ ഒരു പ്രോസ്പെക്ട് ലിസ്റ്റ് തയ്യാറാക്കുക, അതൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ആ ഷോർട്ട് ലിസ്റ്റിലെ വ്യക്തിയെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യിപ്പിക്കുക, വർക്ക്ഷോപ്പുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക. ഇത്രയും ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. എന്നാൽ നമ്മുടെ ടീമിന്റെ അകത്ത് മിനിമം ഒരു 100 പേരുടെങ്കിലും ലിസ്റ്റുള്ള എത്ര പേരുണ്ട്? നിങ്ങൾക്ക് ലിസ്റ്റ് എഴുതാൻ ഇല്ലായിട്ടല്ല, അവിടെ നമ്മൾ മനസ്സിന്റെ ബ്ലോക്കല്ലേ നമുക്ക് സംഭവിക്കുന്നത്. ആ മനസ്സിന്റെ ബ്ലോക്ക് ഒന്ന് മാറ്റിയിട്ട് ഒന്ന് വിശാലമായി തുറന്നു വെക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം പേരുടെ ലിസ്റ്റ് ഉണ്ടായിരിക്കും? അതിൽ എത്രമാത്രം ആളുകൾ നിങ്ങൾക്ക് ആവശ്യക്കാരായി ഉണ്ടാവും? നിങ്ങളുടെ ലിസ്റ്റിന്റെ അകത്ത് ഒരുപാട് ആളുകൾ എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്ന ആളുകളില്ലേ? നിങ്ങളുടെ ടീമിന്റെ അകത്ത് ഒരുപാട് ആളുകൾക്ക് സ്വപ്നങ്ങളുള്ള ആളുകളില്ലേ? വീടോ കുടുംബമോ നിലനിർത്താൻ കഷ്ടപ്പെടുന്ന ആളുകളില്ലേ? അവരൊക്കെ ഒന്ന് ലിസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് റേറ്റ് കൂടില്ലേ? എന്നാൽ നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. കാരണം ഒരു ലിസ്റ്റ് എഴുതാൻ പോലും നമ്മൾ ആരും തയ്യാറാവാത്തതാണ്. ഒരു പ്രോസ്പെക്ട് ലിസ്റ്റ് ഇല്ലെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങളുടെ ഈ ബിസിനസ് മുന്നോട്ട് പോകും. നിങ്ങൾ എത്ര എക്സ്പീരിയൻസ് ആയ ആളായിക്കോട്ടെ, നിങ്ങളുടെ എത്ര എക്സ്പീരിയൻസ് ആയി, ഞാൻ ഇപ്പോഴും പുതിയ പുതിയ ലിസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. കാരണം ലിസ്റ്റിന്റെ അത് കഴിയില്ല. കാരണം നമുക്ക് ഒരു സൈറ്റ് കഴിഞ്ഞാൽ അടുത്ത സൈറ്റ് ആക്കണം. മൈലൈഫിന്റെ പ്ലാൻ അങ്ങനെയാണ്. നമ്മുടെ ഹൈബ്രിഡ് പ്ലാൻ ആണ്. നമുക്ക് എത്ര സൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഒരു സൈറ്റിൽ നിന്ന് 2,10,000 കിട്ടണം. എനിക്ക് തോന്നുന്നു അയ്യൂബ് സാറിനൊക്കെ 2-3 സൈറ്റ് വർക്കൗട്ട് ചെയ്യുന്ന സൈറ്റ് ഉണ്ടായിരിക്കാം. കാരണം ഒരു NTC ലീഡേഴ്സ് ഒന്നും ഒരിക്കലും എന്തോ ഒരു സൈറ്റിൽ ഒതുക്കുന്ന ആൾക്കാരല്ല. അപ്പൊ ആ 2-3 സൈറ്റിൽ വർക്ക് ചെയ്യാൻ നമുക്ക് ആള് തന്നെ വേണ്ടേ? അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നല്ല ലിസ്റ്റ് തയ്യാറാക്കട്ടെ. അങ്ങനത്തെ ഒരു പ്രോസ്പെക്ട് ലിസ്റ്റ് തയ്യാറാക്കി അത് ലീഡേഴ്സിന്റെ ഹെൽപ്പോട് കൂടി, സഹായത്തോടു കൂടി അതൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നോക്കൂ. എന്നിട്ട് അവരെ കാര്യം പറയാതെ, എന്നാൽ നുണ പറയാതെ ആ പ്രോഗ്രാം സെന്ററിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ നമുക്ക് കാര്യം പറയാൻ നമ്മൾ എങ്ങനെ പറയാനാ? കാര്യം പറഞ്ഞ ഒരു കാലത്തും അവർ വരില്ല. എന്നാൽ കള്ളവും പറയാൻ പാടില്ല. കാരണം ദൈവത്തിന്റെ സ്വന്തം ബിസിനസ്സാണ്, ഗോഡ്സ് ഓൺ ബിസിനസ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ പോലും ഒരാളെ പോലും കള്ളം പറഞ്ഞോ ചതിച്ചോ കൊണ്ടുവരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവരെ പ്രോഗ്രാം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവരെ പ്രോഗ്രാം സെന്റർ GTS സെന്ററിൽ കൊണ്ടുവരുത്തും. നിങ്ങളുടെ താമരശ്ശേരി അടിപൊളി സെന്റർ അല്ലേ, തിങ്ങി നിറഞ്ഞ ഹോളല്ലേ, നല്ല വൈബാണല്ലോ, അവിടെ കൊണ്ടിരുത്തി നോക്കൂ. അതുപോലെ നടന്ത നമുക്കും കൊണ്ടിരുത്തി നോക്കാം. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്കിലോട് കുറയും. കാരണം അവരെ എക്സ്പീരിയൻസ് മുഴുവൻ കിട്ടും. അവർക്ക് അവിടുന്ന് 2,10,000 ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. അപ്പം ഓട്ടോമാറ്റിക്കലി എന്താവും? അവരുടെ പവർ കൂടും, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം വർദ്ധിക്കും. അപ്പൊ വിശ്വാസം വർദ്ധിക്കാൻ നിങ്ങളോട് ആളുകൾ കയറി നിൽക്കും. ഒരിക്കലും 1-to-1 ബോൾ ശ്രമിക്കാതിരിക്കാം. രണ്ടാമത് ഞാൻ പറയുന്നത് വെച്ചാൽ, സാധാരണ നമ്മൾ പറയാറുള്ളത് എന്താ വെച്ചാൽ,
RRRR. നമ്മൾ 4 R പറയാറുണ്ട്. പണ്ട് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ റീറ്റെയിലിംഗ് ആയിരുന്നു ഫസ്റ്റ്, ശരിയല്ലേ? റീറ്റെയിലിംഗ്, റീപർച്ചേസ്, റിക്രൂട്ട്മെന്റ് ആൻഡ് റീറ്റെയിനിങ് ആണ്. എന്നാൽ അത് മാറേണ്ട കാലഘട്ടം കഴിഞ്ഞു. ഇപ്പം കമ്പനി നിങ്ങളോട് പറയുന്നു നിങ്ങൾ റിക്രൂട്ട്മെന്റ് നടത്തൂ. കാരണം അറിയാം, നമ്മുടെ ഈ MI ലൈഫിന്റെ ഒരുപടി ആളുകളാണ്, പല വീടുകളിലും നമ്മൾ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. നിങ്ങളിപ്പോ അവരെയും കൊണ്ട് റീറ്റെയിലിങ്ങിന് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? 5-10 വീട്ടുകാരെന്ത് പറയും? എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ മനസ്സടക്കും. എന്നാൽ റിക്രൂട്ട്മെന്റ് പ്രോത്സാഹനം നടത്തി നോക്കൂ. ആ റിക്രൂട്ട്മെന്റ് നടത്തുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? അവർ അടുത്ത വീടുകളിലേക്കും അല്ലെങ്കിൽ സുഹൃത്തുക്കളിലേക്കോ റിക്രൂട്ട്മെന്റിലേക്ക് എത്തിച്ചെല്ലും. അപ്പം ആ കുടുംബവും നിങ്ങളതായി മാറും. രണ്ടാമത് റീപർച്ചേസ്. വാങ്ങുന്ന ആളുകൾ വീണ്ടും വീണ്ടും റീപർച്ചേസ് ചെയ്യട്ടെ. മൂന്നാമതാവണം റീറ്റെയിലിംഗ്. കാരണം റീറ്റെയിലിംഗ് നമുക്ക് എന്തിനാ? അന്നുള്ള വരുമാനങ്ങൾ വർദ്ധിക്കാനാണ്, യാത്രാ ചെലവുകളാണ്. കാരണം രാവിലെ തന്നെ അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് തുടക്കത്തിൽ നമുക്ക് വലിയ വരുമാനങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? നമുക്ക് റീറ്റെയിലിംഗ് അത്യാവശ്യമാണ്. അപ്പോൾ റീറ്റെയിലിംഗ് 3rd സ്റ്റെപ്പിലേക്ക് മാറ്റൂ. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എന്താക്കാം? റിക്രൂട്ടിംഗ് നടത്തും. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കമ്പനി പല പ്ലാനുകളും ചെയ്യുന്നുണ്ട്. ആ പ്ലാനുകൾ വരണമെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉള്ളിൽ അത് പ്രാക്ടിക്കലി വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലൊരു ടീമിനെ, നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കണം. കമ്പനി പെട്രോൾ കമ്പനിയുടെ ടൈപ്പ് ആവുമെന്ന് കേൾക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ടീമിന്റെ അകത്ത് എത്രമാത്രം ആളുകൾ ഉണ്ടോ അവരെല്ലാം വാങ്ങി ഉപയോഗിക്കുമ്പോഴേ നിങ്ങളുടെ വരുമാനം കൂടുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആളുകളുടെ എണ്ണം വർദ്ധിക്കല്ലേ? അപ്പൊ റീറ്റെയിൽ ചെയ്ത് കാര്യമുണ്ടോ? അപ്പം ഒരു സമൂഹത്തെ സൃഷ്ടിക്കല്ലേ വേണ്ടത്? ആ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അവർ ചെയ്യില്ലേ വർക്ക്? അപ്പം അതിന് നിങ്ങൾ എന്ത് ചെയ്യാം? റിക്രൂട്ട്മെന്റ് മസ്റ്റ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീൽഡ് വർക്ക് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഫീൽഡ് ഉണ്ടാവണം. കാരണം ഞാനിപ്പോ ഈ കഴിഞ്ഞ സമയം ഞാൻ RTC പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു 1 month പ്ലാൻ ആയിരുന്നു എനിക്കുള്ളത്. ആ 1 month പ്ലാൻ ഉണ്ടാവണം. നിങ്ങളുടെ താഴത്ത് പിന്നെ ടീം വേണം, നല്ല പോക്കറ്റുകൾ ഉണ്ടാവണം. പറഞ്ഞാൽ കിട്ടുന്ന 1000 മുതൽക്ക് 40,000 50,000 വരെ കൊണ്ടുത്തരാൻ പറ്റിയ ടീമുകളായിരിക്കണം നമ്മളുടെ ഇതിൽ ഉണ്ടാവേണ്ടത്. അപ്പൊ അതിന് നല്ല പോക്കറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മളിവിടെ എന്ത് വേണം? സ്റ്റെപ്പ് റൂൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയാറുണ്ട്. ഒരു RTC ലീഡർക്ക് മിനിമം ഒരു 2 STC ലീഡറെങ്കിലും വേണം, ലെഫ്റ്റും റൈറ്റും ആയിട്ട്. താഴത്ത് 4 ZTC ലീഡേഴ്സ് വേണം. ഇങ്ങനെ ഒരുപാട് ലീഡേഴ്സിനെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ വരുമാനത്തിന് കുറവുണ്ടാവില്ല. പലപ്പോഴും നമ്മളൊക്കെ അറിയാം, ഒരു STC RTC അല്ലെങ്കിൽ പിന്നെ ZTC ലീഡേഴ്സിനൊക്കെ തന്നെ വരുമാനം കുറയുന്നു. എന്തുകൊണ്ടാ? അവർ താഴെ സ്റ്റെപ്പ് റൂളിൽ അവർ തന്നെ ഓടി നടന്ന് വർക്ക് ചെയ്യേണ്ട അവസ്ഥയായതുകൊണ്ടാണ്. അതും മാറിയിട്ട് ടീമിലൂടെ ബിസിനസ് എടുക്കാൻ നമുക്ക് പറ്റുവാണെങ്കിൽ അത് നമ്മുടെ വരുമാനം കൂടാനുള്ള സാധ്യത കൂടുതലല്ലേ? ഒരു പ്രൊഫഷനായി ചെയ്യുമ്പം ആ പ്രൊഫഷന്റെ അന്തസ്സോടു കൂടി തന്നെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൽ ഒരു നല്ല സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കില്ലേ? അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ നടത്തേണ്ടത്. പിന്നെ നമ്മൾ പ്രോഗ്രാംസ്, നമ്മളെല്ലാം നല്ല നല്ല പ്രോഗ്രാമുകൾ വെക്കാറുള്ള മെഗാ പ്രോഗ്രാമുകൾ. സാറിന്റെ പിന്നെ നിങ്ങളുടെ ടീമിൽ തന്നെ നല്ല നല്ല പ്രോഗ്രാമുകൾ വരാറുണ്ട്. മെഗാ പ്രോഗ്രാമുകൾ നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യും. മെഗാ പ്രോഗ്രാമുകൾ പ്രൊമോട്ട് ചെയ്യും. MI പോലുള്ള നല്ല നല്ല പ്രോഗ്രാം വെക്കുന്നുണ്ട്. അതുപോലെ വർക്ക്ഷോപ്പുകൾ വെക്കുന്നുണ്ട്. 2 day കട്ടിംഗ് എഡ്ജ് വർക്ക്ഷോപ്പ് വെക്കുന്നുണ്ട്. 2 day RTPകൾ വെക്കുന്നുണ്ട്. 2 day LTPകൾ വെക്കുന്നുണ്ട്. ഇതിനൊക്കെ മാക്സിമം നിങ്ങൾ പ്രൊമോഷൻ നടത്തുക. ആ പ്രൊമോഷനിലൂടെ ആയിരിക്കണം നമുക്ക് ഗ്രോത്ത് വലുതാക്കാനുള്ളത്. അപ്പം അത് ടീമിനെ പഠിപ്പിച്ചാൽ, ഈ ബിസിനസ് പഠിച്ചു ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫീൽഡിൽ ഇറങ്ങണ്ടോ പഠിക്കാണ്ടോ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതൊരു പുതിയ മേഖലയാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് തന്നെ ശരിക്കും അതിനെപ്പറ്റി നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം. ആ പഠിക്കാൻ പോകുന്നത് ഫീസ് കൊടുക്കേണ്ടി വരും. നിങ്ങൾ ആ ഫീസ് നിങ്ങളുടെ ബാധ്യതയെ മാറുക, അത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആയി മാറ്റണം. ഒരു 2000 രൂപ 3000 രൂപ നമ്മൾ ഫീസ് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പോകുന്ന സമയത്ത് ആ 3000 രൂപ ഞാൻ കൊടുക്കണ്ടേ, എനിക്ക് വരുമാനമൊന്നും വരുന്നില്ലല്ലോ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ 3000 എനിക്ക് അടുത്ത 3 ലക്ഷമോ 30 ലക്ഷമോ ആക്കാണ്ട് എൻ്റെ സ്റ്റാർട്ടിങ് കീ ആണ് എന്ന് മനസ്സിലാക്കണം. മുതൽ മുടക്കി തന്നെ നമ്മൾ ബിസിനസ് ചെയ്യണം. ഏതൊരു ബിസിനസ്സുകാരെന്ന് ആലോചിച്ച് നോക്കൂ. ഏതൊരു പെട്ടിക്കട നടത്തുന്ന ഒരു വ്യക്തിക്ക് വേണമെങ്കിലും ലക്ഷങ്ങളുടെ ബാധ്യത ഉണ്ടാവും. ലക്ഷങ്ങൾ മുതൽ മുടക്കിയെങ്കിലേ വരുമാനം കിട്ടുന്നുള്ളൂ. എന്നാൽ ഈ ബിസിനസ്സിനകത്ത് നമുക്ക് ലക്ഷങ്ങളൊന്നും ആവശ്യമില്ല. എന്നാലും ചെറിയ 1000 നമ്മൾ ചെയ്യാൻ തയ്യാറാവണം. പണത്തിന്റെ വിത്ത് പണം തന്നെയാണ്. പണം ഇട്ടെങ്കിലേ പണം വരുള്ളൂ.
ഇത് ഇടുന്നത് പിന്നീട് വരാനുള്ളതാണ്. ഡയറക്ട് സെല്ലിംഗ് ഒരു ഇൻഡസ്ട്രി, ഇത് ഒരു വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഉള്ളതല്ല, ഫ്യൂച്ചർ ഇൻഡസ്ട്രിയാണ്. നിങ്ങൾ ഇപ്പൊ വിളവിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിത്തിട്ട് കഴിഞ്ഞാൽ അടുത്ത 4-5 വർഷം കഴിയില്ലേ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വിള ഇറക്കാൻ പറ്റും, അതാക്കാൻ പറ്റുള്ളൂ, അതിന്റെ റിസൾട്ട് വരുള്ളൂ. സാധാരണ നമ്മൾ തൊഴിൽ മേഖല എങ്ങനെയാണ്? ഒരു എംപ്ലോയി കാറ്റഗറി ആണെങ്കിൽ അവന്റെ മൈൻഡ് എംപ്ലോയ്മെന്റ് മനസ്സിലാണ്. കാരണം അവൻ 8 മണിക്കൂർ ജോലി ചെയ്താൽ 8 മണിക്കൂറിന്റെ കൂലി കിട്ടണം. എന്നാൽ ഇവിടെ 8 മണിക്കൂർ ചെയ്താൽ 8 മണിക്കൂർ കൂലി കിട്ടില്ല. പക്ഷെ 5 വർഷം കഴിയുമ്പോൾ 8 മണിക്കൂർ ചെയ്താൽ 160 മണിക്കൂറിന്റെ വരുമാനം കിട്ടും. ആ തിരിച്ചറിവാണ് നമുക്കിവിടെ വേണ്ടത്. അല്ലാതെ ഒരു ഡയറക്ട് സെൽ ചെയ്യുന്ന വ്യക്തി ഒരു ജോലിക്കാരന്റെ മനോഭാവത്തോടെ നിങ്ങൾ ആ ഫീൽഡിൽ നിൽക്കാനേ പാടില്ല. ഡയറക്ട് സെൽ എന്ന് പറഞ്ഞാൽ കുറെ കാലം കൊണ്ട് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഡയറക്ട് സെൽ എന്നത് ചെറിയ കാലഘട്ടത്തിലുള്ള, അതായത് 10-30 വർഷം നിങ്ങൾ ജോലി ചെയ്താൽ കിട്ടാവുന്ന വരുമാനം ഒരു 5-8 വർഷം കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വരണമെങ്കിൽ ആ 8 വർഷം നിങ്ങൾ എന്ത് ചെയ്യണം? 30 വർഷത്തെ വർക്ക് ചെയ്യണം. ഡയറക്ട് സെല്ലിംഗ് ഒരു സിമ്പിൾ കാര്യങ്ങളല്ല. അവിടെ നമ്മൾ സീരിയസ് ആയി തന്നെ പ്രവർത്തിക്കണം. സീരിയസ് ആയി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് അല്ല, നിങ്ങളുടെ 3 തലമുറ നിങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. കാരണം എന്റെ അപ്പനോ അപ്പൂപ്പനോ അത് തുടങ്ങി വെച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വരുമാനം വാങ്ങിക്കുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളിപ്പോ നിലവിലുള്ള ജോലിയിൽ നിന്ന്, നിലവിലുള്ള മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും കാലം പറയാൻ പറ്റുമോ? അല്ലെ നിങ്ങളുടെ മക്കൾ അതിനുവേണ്ടി പറയുമോ? നമ്മുടെ കാലം കഴിഞ്ഞാൽ കഴിഞ്ഞു. എന്നാൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ കാലം കഴിഞ്ഞാലും വരും തലമുറയ്ക്ക് വേണ്ടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ വീട്ടിലൊരു തെങ്ങ് വെച്ചു, 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ വിളവെടുക്കണം എന്ന് പറഞ്ഞാൽ കഴിയും? ഇല്ല. എന്നാൽ അത് വിളവ് തുടങ്ങിക്കഴിഞ്ഞാലോ തലമുറകൾക്ക് വേണ്ടി ആ വിളവ് മാറ്റിവെക്കാൻ പറ്റും, അല്ലേ? 10-30 വർഷം ഒരു തെങ്ങിന് ആയുസ്സുണ്ടാവും. എന്നാൽ നമ്മളൊരു വാഴ വെച്ചാലോ അത് 5 മാസം കൊണ്ട് നമുക്കതിന് വിളവ് കിട്ടും. അപ്പം എന്ത് കിട്ടില്ല? ലൈഫ് ലോങ് കിട്ടില്ല. അതേമാതിരി തന്നെയാണ് ഡയറക്ട് സെല്ലിംഗ്. ഡയറക്ട് സെല്ലിംഗ് വരും കാലങ്ങളുടെ ബിസിനസ്സാണ്, ഇപ്പോഴത്തെ ബിസിനസ് അല്ല. ഇപ്പം നമ്മൾ വിളവ് തുടങ്ങി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിപ്പം വിത്തിട്ട് കഴിഞ്ഞാൽ അതിന് വെള്ളവും കളം കൊടുത്ത് സമയമെടുക്കും. 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഡയറക്ട് സെല്ലിംഗിന്റെ അകത്തേക്ക് കാര്യമായിട്ട് ഒന്നും നേടാൻ കഴിയില്ല. എന്നാൽ വരും കാലങ്ങളിൽ 1-2 വർഷം നിങ്ങൾ സീരിയസ് ആയി ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ 3 തലമുറ സുരക്ഷിതമായിരിക്കും. പ്രവീൺ സാർ പറയണ്ടായിരുന്നു, നിങ്ങളുടെ 5 വർഷം എനിക്ക് താ, നിങ്ങളുടെ 5 വർഷം എനിക്ക് താ, നിങ്ങളുടെ 3 തലമുറ ഞാൻ സെക്യൂർഡ് ആക്കാം. ഇത്രയും ചങ്കുരുത് പറയാൻ പറ്റിയ ഏതൊരു മാനേജ്മെന്റ് നമ്മുടെ കയ്യിലുണ്ട്? വേറെ എല്ലാ കമ്പനികളും നോക്കൂ, അവർ മാക്സിമം വരുമാനം ഉണ്ടാക്കി അവർ തടിയെടുക്കും. എന്നാൽ നമ്മുടെ കമ്പനി പറയുന്നു, നിങ്ങൾ 5 വർഷം എനിക്ക് തന്നോ, നിങ്ങളുടെ തലമുറ ഞാൻ നോക്കിക്കൊള്ളാം. 3 തലമുറ സുരക്ഷിതമാക്കാൻ ഒരു അവസരം നിങ്ങളുടെ പോക്കറ്റിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡയറക്ട് സെല്ലിംഗ് എന്ന ഈ ഒരു ഇൻഡസ്ട്രി നിങ്ങൾക്ക് ഗ്രോത്ത് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ഇൻഡസ്ട്രി പ്രവർത്തിക്കാനും നല്ല ഗ്രോത്ത് റേറ്റ് കാണിക്കാനും നമുക്ക് പറ്റുമ്പോഴേ നമുക്ക് സമൂഹത്തിൽ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ ജീവിക്കുന്ന സാധാരണക്കാര വ്യക്തിയാണെങ്കിൽ അടുത്ത് വരുന്ന ഒരു 5-6 വർഷം കൊണ്ട് നിങ്ങളുടെ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു കോടീശ്വരൻ നിങ്ങളായി മാറും. അതിനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ പോക്കറ്റ് തന്നെ വെച്ചുകൊണ്ട് നിങ്ങൾ എപ്പോഴും കണ്ടവന് വേണ്ടി ജോലി ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കൂ, നിങ്ങളുടെ സമയം മറ്റുള്ളവന് വേണ്ടി നഷ്ടപ്പെടുത്താതിരിക്കും. ഇത്രയും കാലം ഞാൻ കഴിഞ്ഞ 17-37 വർഷം എൻ്റെ ആയുസ്സും എൻ്റെ ആരോഗ്യവും ഞാൻ ഒരാൾക്ക് വിറ്റതായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് നേടി ചോദിച്ചാൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ല. എന്ന് കൊടുക്കുന്നവനെ എന്തുള്ളൂ, കൊടുത്തോണ്ടേയിരിക്കും, വാങ്ങുന്നവനും വാങ്ങിക്കൊണ്ടേയിരിക്കും. ഇവിടെ നമ്മൾ ഈ 8 മണിക്കൂറോ 10 മണിക്കൂറോ പോട്ടെ, 2 മണിക്കൂറോ 3 മണിക്കൂറോ നിങ്ങൾക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ വരുന്ന ഒരു 5-8 വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതം സേഫ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഒരുപാട് പ്രായമുള്ള ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ പറയാറുണ്ട്, ഞാൻ ഈ ബിസിനസ് നിന്ന് ഇപ്പോഴത്തേക്കല്ല, ഞാൻ മരിക്കുന്ന സമയത്തേക്കാണ്. കാരണം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കുടുംബക്കാരും സുഹൃത്തുക്കളും ഉണ്ടായിരിക്കും. എന്നാൽ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്തൊരു പാവപ്പെട്ടവനാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമ്മളെ നോക്കാൻ ഒരാൾ പോലും ഉണ്ടാവില്ല. നമ്മൾ ഏതെങ്കിലും വൃദ്ധസ്ഥലത്ത് പോയി കിടക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ തലമുറ സുരക്ഷിതമാക്കാൻ നോക്കണം. ഞാൻ മരിക്കുന്നത് കോടീശ്വരനായി മരിക്കുമെന്ന് തീരുമാനമെടുക്കൂ.
ഞാൻ എടുത്തു കഴിഞ്ഞാണ്. ഞാൻ മരിക്കുന്നത് കോടീശ്വരനായി മരിക്കും, ജീവിക്കുന്നത് കോടീശ്വരനാവാനല്ല, മരിക്കുന്നത് കോടീശ്വരനാ. അപ്പോഴേക്ക് എന്താവും? ജീവിതം സുരക്ഷിതമായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഒരു വില പോലില്ലാണ്ട് നമ്മൾ എന്താവും? സമൂഹത്തില് വൃദ്ധസദനങ്ങൾ പോയി കിടക്കേണ്ട അവസ്ഥ വരും. എന്നാൽ ചെറുതലമുറ പറയാനുള്ളത്, നിങ്ങൾ 5 വർഷം കഷ്ടപ്പെടാൻ തയ്യാറാവും. ഈ 5 വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ കഴിയും. ഇത്രയധികം ഒരു അവസരം ഉണ്ടായിട്ട് പോലും എന്തേ നമ്മൾ ചെയ്യാത്തത്? ഇന്നും ഗ്രോത്ത് റേറ്റ് കുറവാണല്ലോ, എന്തേ കൂട്ടാത്തത്? ഒരവസരവും ഇല്ലാത്ത ഇന്ന് വരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ലൈഫിന്റെ അകത്ത്, നിങ്ങളുടെ മേഖലയുടെ അകത്ത് ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടോ 2,10,000 തരായെന്ന്? എന്നാൽ മൈ ലൈഫ് എന്നൊരു ഇൻഡസ്ട്രി നിങ്ങൾ പറയുന്നു 2,10,000 പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ വീക്കിലി 2,10,000 ഞാൻ നിങ്ങളുടെ പോക്കറ്റിൽ തരാം എന്ന് നമ്മുടെ കമ്പനി പറഞ്ഞു. നമ്മൾ പല മേഖലയിലും പല ആളുകളുടെ കീഴിലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും. 2 ലക്ഷം പോയിട്ട് ഒരു 50,000 പോലും തരാൻ അവർ തയ്യാറാവില്ല. ഉണ്ടോ എന്ന് ഉറപ്പുപോലും നമുക്കില്ല. ഇന്നത്തെ ജോലി നാളെ ഉണ്ടാവും നമുക്ക് ഉറപ്പുപോലില്ല. എന്നാൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങളുടെ സമയം എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ സെക്യൂർഡ് ആക്കാൻ പറ്റും. അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നു. ആ മേഖലയ്ക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ശാപമല്ലേ അത്? നമ്മുടെ കുട്ടികളും പേരക്കുട്ടികളും സുഖമായിരിക്കണം നമ്മൾ ആഗ്രഹിക്കാറില്ലേ? നമുക്ക് നമ്മുടെ മേഖലയിൽ നിന്ന് നമുക്ക് എന്ത് മാറ്റിവെക്കാൻ കഴിയും? ഒരു മാസം എല്ലാം കഴിച്ച് നമുക്ക് 2,000 രൂപ മാറ്റിവെക്കാൻ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? എന്നാൽ ഒരു 2-3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ കൂടെ 1000-ങ്ങളും 10,000-ങ്ങളും മാറ്റിവെക്കാൻ കഴിയും. അങ്ങനെ മാറ്റിവെക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു സുഖാനുഭവങ്ങൾ ഉണ്ടാവും. ഒരു ലക്ഷറി ലൈഫ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സന്തോഷമുള്ള കുടുംബങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ പറ്റും. നിങ്ങൾ ഏത് കാലത്തും ഓർമ്മിക്കുന്ന നിങ്ങൾ മക്കളും പേരക്കുട്ടികളും ഉണ്ടാവും. ഇതിനെല്ലാം വേണ്ടി നോട്ട് ഫോർ യു, നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ ബിസിനസ് ചെയ്യൂ. എന്നാൽ നിങ്ങളുടെ ഈ ജീവിതവും സുന്ദരമായിരിക്കും. അപ്പം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം സമയത്തിലേ പറഞ്ഞത് 6:35. നിങ്ങൾക്ക് കുറെ എക്സ്പീരിയൻസോ പറയാനുണ്ടാവും. അപ്പം എന്താണെങ്കിലും ഇന്ന് എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച അയ്യൂബ് സാറിനും ബാക്കി എല്ലാ ലീഡേഴ്സിനും ഇത്രയും സമയം എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലവ്.